ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ചധികം ബീഡ്സുകളാണ് വന്നിട്ടുള്ളത്. ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട്, അതുപോലെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടൈപ്പ് ബീഡ്സ് ഉണ്ട്, ഹെയർ ബോ ചെയ്യാനുള്ള കുറച്ച് ബീഡ്സും ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാം. നമ്മളെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സെക്കൻഡ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമ്മൾ 10-ാം തീയതിൻ്റെ ശേഷം ക്ലാസ് തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സാണ്. അഡ്മിഷൻ ഫീസ് ഒരു 100 രൂപ മാത്രമാണ് ഉണ്ടായിരിക്കുക. ജ്വല്ലറി മേക്കിംഗ് ഒട്ടും അറിയാത്ത ഒരാൾക്ക് അത്യാവശ്യം ഒരു 4 ടൈപ്പ് നെക്ലേസുകളും ചെയിനുകളും, അതുപോലെ എന്താ പറയുക, ബ്രേസ്ലെറ്റുകൾ ഒരു 2 ടൈപ്പ്, ഒരു 3-4 ടൈപ്പ് ഇയറിങ്സ്, പാദസരം, ഇത്രയും ചെയ്യാനുള്ള ഐഡിയ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽസും നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഇതിൽ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ബീഡ്സിന് ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. ഇത് വെച്ചിട്ട് നമ്മൾ ഹെയർ ബാൻഡ് ആണെങ്കിലും പാദസരം ഒക്കെ ചെയ്യുന്നുണ്ട്, നെക്ലസുകൾ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഒരു ലെയറിന് 30 രൂപ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് നേവി ബ്ലൂ ആണ്. അടുത്തത് വന്നിട്ട് റോസ്, നല്ല റോസ് കളറിൽ വന്നിട്ടുള്ളതാണ്. അടുത്തത് സ്കൈ ബ്ലൂ ആണ്. ഈ ഒരു ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട് ഡയമണ്ട് ഷേപ്പ് ആണോന്ന്. ഈ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അടിപൊളി കളേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഈ ഒരു 4mm ബീഡ്സാണ്. ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള ബീഡ്സാണ്, കുറച്ച് ഷൈനിങ് ഉള്ള ബീഡ്സാണ് കേട്ടോ. നമ്മൾ പാലയ്ക്ക് അതുപോലെ നെക്ലസുകളൊക്കെ ഈ മെറൂൺ ഗ്രീൻ വെച്ച് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവും. നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിനും പറ്റിയിട്ടുള്ളൊരു മെറ്റീരിയലാണത്. പെട്ടെന്ന് അങ്ങനെ തൊലി പോകുന്ന ടൈപ്പ് ബീഡ്സ് അല്ല. ഉണ്ടോ? അടുത്തത് വരുന്നത് ഈ ഒരു ക്രിസ്റ്റലാണ്. ഈ ഒരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത്. ഇതും നമ്മൾ നേരത്തെ കണ്ട ക്രിസ്റ്റലിൻ്റെ ഒക്കെ ഏകദേശം വലുപ്പം തന്നെയാണ്. ഇതിങ്ങനെ മാലയായിട്ടാണ്, ഡബിളായിട്ട് കിടക്കുന്നൊരു ടൈപ്പാണ്. മറ്റേത് നമ്മൾ ലെയർ ആയിട്ടല്ലേ കാണുന്നത്, ഇതൊരു മാലകളായിട്ടാണ് കേട്ടോ. ഇതും റേറ്റ് വരുന്നത് 30 രൂപ തന്നെയാണ്. അടുത്തത് വരുന്നത് ഈ ഒരു ക്യാപ്സ്യൂൾ ബീഡ്സാണ്. ഇതിൽ ഈ ഒരു കളർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് കളേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബീഡ്സ് കൊണ്ടുവരുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങിക്കാമെന്ന് ചേച്ചി. ബട്ട് കളർ പോവാത്ത ഇത് ഒരു തരം ഗ്ലാസ്സാണ്, നമ്മളങ്ങനെ പെയിൻ്റ് അല്ല. ഫുൾ മെറ്റീരിയൽ ഫുള്ളായിട്ടും ഈ ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ജ്വല്ലറികളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. ബ്രേസ്ലെറ്റും അതുപോലെ ചെയിനും നെക്ലസും ഒക്കെ ചെയ്യാം. അടുത്തത് വന്നിട്ട് ഗോൾഡൻ ആൻഡ് സിൽവർ 3mm ബീഡ്സ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓണം സ്പെഷ്യലായിട്ട് ചോദിച്ച റേറ്റ് ആയിരുന്നു. കുറേയൊക്കെ കഴിഞ്ഞ് നമ്മൾ പാക്കിങ് പൊട്ടിച്ചിട്ട് കുറേ ദിവസമായി. ഇനി ഇത്തിരിയേ ബാക്കിയുള്ളൂ. 3mm ബീഡ്സാണത് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. നമുക്ക് നോർമലി ടിയാര വർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബീഡ്സാണ്. പിന്നെ ഇത് ബ്ലാക്ക് ബീഡ്. നമ്മൾ മുൻപേ നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള കളർ പോവാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. നമുക്ക് കുറേ ഹെയർ ബാൻഡും ഒക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ജ്വല്ലറി ഐറ്റംസ് ചെയ്യാനും പറ്റിയിട്ടുള്ള ബീഡ്സാണ്, ബ്രേസ്ലെറ്റും അങ്ങനെയൊക്കെ. അടുത്തത് വരുന്നത് ക്രിസ്റ്റൽസ് ആണ്. നമ്മുടെ ഓൾറെഡി ഉള്ളതാണ്, ഇപ്പോൾ പുതിയ പാക്ക് വന്നതാണത്. അത് പാദസരം ചെയ്യാനാണ് മെയിനായിട്ട് കൊണ്ടുവരുന്നത്. ബ്രേസ്ലെറ്റ്, പാദസരം ആ ഒരു ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ബീഡ്സാണ് കേട്ടോ. ഷൈനിങ് ഉള്ള ബീഡ്സാണത്.
പൊട്ടിച്ചത് കാണിച്ചു തരാം. ഈ ഒരു ടൈപ്പാണ് ഇത്. നല്ല ഗ്ലേസിങ് ഉള്ള ഒരു ബീഡ്സാണ്. അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് ബീഡ്സാണ് 6mm. ഇതിപ്പോൾ ബഞ്ച് ടൈപ്പാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പം പാക്കറ്റിനേക്കാളും കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റാണ്. പാക്കറ്റ് അതിന് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നുണ്ട്. എന്താ പറയുക, നമ്മളെ ഹെയർ ബാൻഡിൽ ഇട്ടിട്ട് തുരുമ്പ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ബീഡ്സ് കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് കേട്ടോ. പോളിഷ്ഡ് ആയിട്ടുള്ള ബീഡ്സാണ്. ഹെയർ ബാൻഡൊക്കെ ചെയ്താൽ നല്ല ഷൈനിങ്ങും ആണ്. നമ്മൾ പാക്കറ്റ് ബീഡ്സിനേക്കാളും കുറച്ചും കൂടി ഷൈനിങ്ങും ആണ്, ക്വാളിറ്റിയും ഉള്ള ബീഡ്സാണിത്. അപ്പോൾ ഇതിൻ്റെ തന്നെ 4mm ബീഡ്സും വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇത് നമുക്ക് വർക്കൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സ്കൂളിൽ കുട്ടികൾക്ക് ഇപ്പം മുത്തുമാല കോർക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇതിൻ്റെ സൈസിന് വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. 6mm 4mm ആണ് ഇത് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റാണ് 10mm ബീഡ്സ്. നമ്മൾ പല കളേഴ്സ് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ടുള്ള ഓഫ് വൈറ്റിലാണ്. ഓഫ് വൈറ്റ് മുന്നേ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് ഔട്ടായിട്ട് പുതിയ കൊണ്ടുവന്നതാണ് കേട്ടോ. വൈറ്റ്, അതിൻ്റെ വലിപ്പം മനസ്സിലാവും. ഇത് ഓഫ് വൈറ്റ് ആണ്, മറ്റേ വൈറ്റ് ആണ്, പ്യൂർ വൈറ്റ് ആണ്. ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ബീഡ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവന്ന് ആകെ ഇനി ബാക്കിയുള്ളത് ഈ ഒരു ലെയറാണ്. ഇതും ബുക്കിംഗ് ആണ്. ഗ്ലാസ് ബീഡാണിത്. നല്ല വെയിറ്റ് ഉണ്ട്. ഫുൾ ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ. സെയിം ലെങ്ത്തിലാണ് വരുന്നത്. ഇതൊരു പീസ് 55 രൂപയാണ്. അപ്പം ഇതിനി വേണമെന്നുണ്ടെങ്കിൽ പല കളേഴ്സും ഉണ്ടിരുന്നു. ഞാൻ ഈ ഒരു ഗ്രീന് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. നമ്മൾ വീഡിയോ ഇഷ്ടമാകുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.